അമ്മ ഇവിടെ ചാടിയോ? എടി ഇയാള് മോശമില്ലോ. സത്യം പറഞ്ഞ എത്രാമത്തെ ചാട്ടം എന്നിട്ട് ഞാൻ ചാടുള്ളൂ. ചാടിയില്ലേ? എടി ഇന്റെ അത് സ്വർണ്ണക്കല്ലേ? ആ ഉണ്ട്. എന്നെ പൊന്നു പോലെ നോക്കണ്ട എന്റെ ഉത്തരവാദിത്തം. എല്ലാം ഉണ്ട്. മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞല്ലേ വീട്ടിൽ ആരുമില്ല, ഗേറ്റ് വഴി വരാന്ന്. എടി ഗേറ്റ് വഴി വന്നാൽ ആൾക്കാർ മതിൽ ചാടിയെന്നേ പറഞ്ഞു. വെറുതെ എന്തിനാ ചെയ്യാത്ത കുറ്റത്തിൽ പഴി കേൾക്കാൻ നിൽക്കണേ? ആ പോലീസ് പ്രൊട്ടക്ഷൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ധൈര്യം നീ വീട്ടിൽ വരുമല്ലോ. ഒന്ന് പറ്റിയ അപ്പ ചാടും പുല്ല്. വിജയ് ഇടിക്കൂല. ആരാ പോയത്? പെങ്ങളാ? ഒന്ന് ഉപദേശിച്ചൂടെ? അയ്യോ ചോര വന്ന്. അളി എങ്ങനെ ഇടിക്കൂല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ഇടിച്ചേ മോശമായിപ്പോയി. പിന്നെ എങ്ങനെ ഇടിക്കേണ്ട കാര്യമല്ലേ? ഉറല്ലേ ഇടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ ഞാൻ നന്നായിക്കോളൂ. അത്രയ്ക്കുള്ള ആവേശം എനിക്കുള്ളൂ. അളിയെ ബാക്ക് കയറിക്കാൻ ഞാൻ മുന്നിൽ കയറിക്കണം. എടുത്തോ എടുത്തോ. അതിനാണ് എത്ര തുള്ളി? എടാ ഇന്ന് ഇവര് ജയിക്കുമ്പോൾ ഇവർക്ക് കളിക്കാൻ വരാനുള്ള ആവേശം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? പിന്നെ കുറച്ചും കൂടി അടുത്തിടപെടാൻ പറ്റിയ എന്തെങ്കിലും കളിന്റെ സുഖയില്ല. എന്നാ പിന്നെ കബഡിയാക്കിയാലോ? നാളെ മുതൽ കബഡിയാക്കാം. ഗംഭീര. നാളെ മുതൽ നിങ്ങൾ കബഡിയാക്കാം കേട്ടോ. അതെ, നിങ്ങൾ നാളെ ബാറ്റൊന്നും കൊണ്ടുവരണ്ട. നിക്കറും ടീഷർട്ട് മതി. പോയെ ആ സുനിതയോട് വരാൻ പറയണേ. എത്രയും പെട്ടെന്ന് നാളെ ആയാൽ മതി. ഷോർട്ട്സ് ഇട്ടിട്ട് ആ മഞ്ജുവിനെ ഒന്ന് കാണണം. കാമുകൻ കുളിച്ച് കുട്ടപ്പനായിട്ട് വന്നിരിപ്പുണ്ടല്ലോ. നീ എന്നെ പെണ്ണ് കാണാൻ വല്ലതും പോകുന്നുണ്ടോ? അതെല്ലാ ദിവസവും പോണല്ലേ. 4 നേരവും ഷർട്ടും മാറി നടക്കുക. നിനക്ക് വന്ന് കളിച്ചാ എന്താ? ഓടാ, അത് പറ്റൂല. എന്റെയും ഷാരിയുടെയും ടൈമിംഗ് തെറ്റും. അയ്യോ അയ്യോ 5 മണിയായി. ഷാരി വരും. ശാരി 5 വയസ്സ് തൊട്ട് തുടങ്ങിയ ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. നടക്കൂ ഓളെ കല്യാണം. അത് ഇവനായിട്ടല്ല. അല്ല പിന്നെ നീ ഇതുവരെ പട്ടിയന്തയ്ക്ക് പോകുന്ന കണ്ടിട്ടില്ലല്ലോ. ചെന്നാ മതി. കറക്റ്റാ അല്ലേ? അതല്ലടാ, അറിയാവുന്ന പെണ്ണിന്റെ അടുത്ത് ഇഷ്ടം പറയുന്നതാണ് ലോകത്തെ ഏറ്റവും പാടുള്ള കാര്യം കേട്ടാ. എന്നാ പിന്നെ ഓളെ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ട് പറയാം. അത് തന്നെ. അതല്ല അമ്മാവ, അവൾ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എന്തോ ഒരു ചങ്കിടിപ്പ. ആ ചങ്കിടിപ്പ് എനിക്ക് ഇല്ലാണ്ട് പോയത്. ആണോ? ഇവനെങ്ങനെ എന്റെ വരുവനായി എനിക്ക് മനസ്സിലാവത്ത്. അവളെങ്ങാനും നോ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്നിട്ട് കാര്യമില്ല. അപ്പൊ എനിക്കൊരു മരുവൻ നഷ്ടപ്പെടും. എടാ മോൻ തണ്ടി ഒന്ന് ചുമ്മാ ഇരിക്കണം. നീങ്ങൊന്ന്. ഇത് എങ്ങോട്ടുണ്ടോ? ഇത്ര അവിടെ കിടത്ത്. വണ്ടി എടുത്ത് കൊണ്ടുവരും. ഞങ്ങൾ കളിക്കുന്ന സ്ഥലം അത്. വണ്ടി എടുത്ത് മാറ്റില്ല. നീ എന്താ ചില്ലടിച്ച് പൊട്ടിക്കോ? വണ്ടി അടിച്ചു കുടിക്കാൻ ഞാൻ പാട്ടി മാറ്റിക്കോ 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 മാറ്റിക്കോ. പോട്ടെ ടെണ്ടുൽക്കറെ. ഗവൺമെന്റ് ജോലി കിട്ടിയപ്പോ നമ്മളെയൊക്കെ മറന്നല്ലേ? ഞാൻ കൂടി റെക്കമെൻഡ് ചെയ്തിട്ട് ജോലി കിട്ടിയെന്ന് മറക്കരുത് കേട്ടാ. മെമ്പറെ കണ്ടിട്ട് മനസ്സിലായില്ല. മെമ്പറിനെ ഞാനിങ്ങനെ മുണ്ടില്ലാതെ കണ്ടിട്ടില്ലല്ലോ. അല്ലാണ്ട് ഞാൻ മെമ്പറിനെ മറക്കോ? അയ്യോ അയ്യോ. എടാ എന്തെങ്കിലും ഒരിക്കൽ നിനക്ക് പറഞ്ഞല്ലേ പറ്റൂ. ട്യൂഷൻ പഠിക്കാൻ അവള് ടൗണിൽ പോകുമ്പോ നീ ധൈര്യമായിട്ട് പുറകെ പോകും. പോയി പൊന്മാന്റെ കളി കളിക്ക്. നോക്ക് ട്യൂഷനൊന്നും കാലാകാലം ഇല്ല കേട്ടോ. നീ വിഷമിക്കണം. ഇനി നമുക്കൊരു ഗെയിം കളിക്കാം. ആ ഗെയിം പുറത്തുനിന്ന് കളിച്ചാൽ മതി. ഒറ്റ കടിയങ്ങ. അയ്യോ നിങ്ങൾ കളിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നിങ്ങളുടെ കൂടെ ഒരു ദിവസം ഒരു കളിയെങ്കിലും കളിച്ചില്ലെങ്കിൽ സോറി ബാറ്റായിരുന്നല്ലേ, എന്റെ അനൗൺസ്മെന്റ് ഒരു സുഖവും കിട്ടൂല. ഞാൻ മെമ്പർക്ക് ഒരു പണി കൊടുത്തു വരാം. വേലാടി സാറേ. എന്താ വിളിച്ചത്? വേലാടി സാറേന്ന്. അല്ല ഈ കോർപ്പറേഷൻ സ്വയം തൊഴിലിന് ലോൺ കൊടുക്കണ്ടോ? പിന്നെ ലോൺ കൊടുക്കുന്നുണ്ട്. ആട്, പോത്ത്, പശു, കോഴി, താറാവ്, പന്നി സകലത്തിനും കൊടുക്കുന്നു. ആണോ? എന്നാ ഒരു 50 പന്നിക്ക് ലോൺ കിട്ടിയാ തിരക്കില്ല. നിനക്ക് തരായിരുന്നു. പക്ഷെ നീയും പന്നിയും കൂടെ വന്നാ ആരാ ലോൺ എടുത്തത് ഞാനങ്ങനെ തിരിച്ചറിയും. സാറേ ഈ സാറെന്താ വിളിയെന്ന് എനിക്ക് മനസ്സിലായി. ഓടാ പന്നി വേളാടിയെ. കൂട്ടുകാരാ ഒന്ന് ചാടി കളിക്കോച്ചേ.